ഈ വീഡിയോയിൽ കുറേ നിർണായകമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ അതുപോലെ തന്നെ ഏഷ്യയിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ആ പ്രശ്നത്തിൽ ഖത്തർ ഇടപെട്ടിട്ടുണ്ട് മീഡിയേഷന് വേണ്ടിയിട്ട്. കാരണം 48 മണിക്കൂർ എന്ന് പറഞ്ഞിരുന്നത് ഇനിയൊരു 48 മണിക്കൂർ വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാം എന്നുള്ള നിലയിലാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാൻ ഒരു എഗ്രിമെൻറ്റിലും ഒപ്പിടാൻ തയ്യാറായിട്ടില്ല. ആദ്യമേ ഗാസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നോക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അഫ്ഗാനിസ്ഥാൻ്റെ വിഷയത്തിലേക്ക് വരാം. അഫ്ഗാനിസ്ഥാൻ്റെ വിഷയത്തിൽ ഇന്ത്യയുടെ നിർണായകമായിട്ടുള്ള ചില പാർട്ടിസിപ്പേഷൻസിൻ്റെ വെളിപ്പെടുത്തലുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതായത് ഇപ്പം ഗാസയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഫേസ് 2 ഇതാണ് ഇപ്പം നിർണായകമായിട്ട് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം. ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ ആഗോളതലത്തിൽ പല രാജ്യങ്ങളും ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ ഫേസ് 1 സൈൻ ചെയ്തത് ഭയങ്കരമായിട്ട് ആഘോഷിച്ച് പീസ് 2025 എന്നൊക്കെ പറഞ്ഞ് സ്റ്റേജ് ഇട്ട് ആഘോഷ പരിപാടിയാക്കി നടത്തിയിട്ട് ഈ പീസ് ഗാസയിൽ ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. നമ്മൾ ഇന്നലെ തന്നെ വാട്സപ്പ് ചാനലിൽ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ചാനൽ ഫോളോ ചെയ്യുന്നവരൊക്കെ അത് കണ്ടിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് ആ രീതിയിൽ വളരെ ക്രൂരമായ രീതിയിലാണ് ഗാസയ്ക്കുള്ളിൽ പ്രോ ഹമാസ് ആന്റി ഹമാസ് എന്നുള്ള നിലയിലുള്ള ആ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം IDF അവിടെ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. IDFും US മിലിറ്ററിയും സൈഡ് ലൈൻ ചെയ്തിരിക്കുകയാണ്. ഗാസയ്ക്കുള്ളിൽ ഒരു പാലസ്തീനിയൻ ടാസ്ക് ഫോഴ്സ് അത് തുർക്കിയുടെ നേതൃത്വത്തിൽ വരണമെന്ന് പറഞ്ഞിട്ട് അവർ ഗേറ്റിന്റെ വെളിയിൽ നിൽപ്പുണ്ട്. പക്ഷെ അവർക്ക് ഇതുവരെ IDF ഗേറ്റ് തുറന്നു കൊടുത്തിട്ടില്ല. പക്ഷെ അതേസമയം ഇന്ന് ഗാസയ്ക്കുള്ളിലേക്ക് ഒരു ആയുധ കടത്ത്, അതായത് ഈജിപ്തിന്റെ ബോർഡറിൽ നിന്നും ഗാസയിലെ ഉള്ളിലേക്ക് ഈ ഡ്രോൺ വഴി ആയുധങ്ങൾ കടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം. അങ്ങനെ ഇസ്രായേൽ ഇന്ന് കുറച്ച് ഡ്രോൺ കണ്ടെത്തിയിട്ടുണ്ട്. അതിനെല്ലാം തന്നെ അവർ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഈജിപ്തിന്റെ പണിയാണോ, ഇല്ലെങ്കിൽ ഗാസയ്ക്ക് പുറത്ത് തമ്പടിച്ചിരിക്കുന്ന ബ്രദർഹുഡിന്റെ പണിയാണോ, ഇല്ലാന്നുണ്ടെങ്കിൽ തുർക്കിയുടെ പണിയാണോ, ഇതൊന്നും അറിയില്ല. പക്ഷേ ഇസ്രായേൽ ഡയറക്റ്റ് ആയിട്ട് ഈജിപ്തിനെ വാൺ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ഈജിപ്തിന്റെ ബോർഡറിന്റെ ഉള്ളിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ താക്കീത് ഈജിപ്തിന് നൽകിയിട്ടുണ്ട്. സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഗാസയ്ക്കുള്ളിൽ നിന്നും അൽകാസിം ബ്രിഗേഡ്, ഈ അൽകാസിം ബ്രിഗേഡ് എന്ന് പറഞ്ഞ ഈ ബ്രിഗേഡ് മുഖമൊക്കെ ഇങ്ങനെ മറച്ചു വെച്ചുകൊണ്ട് അവർ ഇസ്രായേലിന് വാൺ ചെയ്തിരിക്കുകയാണ്. വാണിംഗ് മീൻസ് ഇസ്രായേൽ IDF ഗാസയിൽ നിന്ന് പൂർണ്ണമായിട്ട് പുറത്തു പോവുക. ഹമാസ് ആയുധം താഴെ വെക്കുന്നില്ല, ഇതൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമേ അല്ല. ഇത് ഗാസൻസിന്റെ ലാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പൂർണ്ണമായിട്ടും പുറത്തു പോവുക എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് പാലസ്തീനിയൻ സ്റ്റേറ്റ്ഹുഡ് പ്രഖ്യാപിക്കുക. അത് കഴിഞ്ഞാൽ ഇസ്രായേൽ പൂർണ്ണമായിട്ടും, അതായത് ഇപ്പം യെല്ലോ ലൈനിൽ പുറകിൽ ഒരു 60% സ്ഥലം IDF ഒക്കുപ്പൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെയാണ് IDF ട്രൂപ്പ് ഇപ്പം സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റേ ഓവർ ചെയ്യുന്ന ആ പ്രദേശത്ത് നിന്നും നിങ്ങൾ വിഡ്രോ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഹമാസ് എന്ത് ആയുധം താഴെ വയ്ക്കാനാണ്? അപ്പോൾ അതായത് ഇത് ഇങ്ങനത്തെ തീവ്ര നിലപാടുള്ള സംഘടനകളൊക്കെ ഒരിക്കലും ആയുധം എടുത്തു കഴിഞ്ഞാൽ പിന്നെ താഴെ വെക്കുന്ന പരിപാടിയൊന്നും ഇല്ല. അങ്ങനെ താഴെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിലനിൽപ്പില്ല. അപ്പോൾ അതുകൊണ്ട് അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇസ്രായേലും ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ നടക്കാത്ത കാര്യം എന്താണോ ആ പോയിന്റ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ എഗ്രിമെന്റ് ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഇസ്രായേലിന് നന്നായിട്ട് അറിയാം. ഏറിപ്പോയാൽ ഒരു 30 ദിവസം പോലും ഇത് പിടിച്ചു നിൽക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഇസ്രായേൽ ഇപ്പം വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഈ സെമറ്റിക് റിലീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ബിലീവ് ഉണ്ട്. ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, ജുഡായിസം, ഇത് മൂന്നും ഈ ഒരു സെമറ്റിക് റിലീജിയന്റെ കാറ്റഗറിയിൽ തന്നെ വരുന്നതാണ്. ഈ സെമറ്റിക് റിലീജിയനിൽ തന്നെ വേറെ കുറേ സബ് ക്ലാസിഫിക്കേഷൻസ് കുറേ ഉണ്ട്. അതൊന്നും ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. പക്ഷേ എന്നാൽ പ്രധാനപ്പെട്ട 3 റിലീജിയൻ ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസമാണ് ഈ സെമറ്റിക് റിലീജിയനിൽ മെയിനായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ബോഡി കുഴിച്ചിടുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്നും ഈ ബോഡി ഞങ്ങൾക്ക് വേണം എന്നുള്ള രീതിയിൽ വളരെ കർക്കശമായിട്ടുള്ള നിലപാടെടുത്തിരിക്കുന്നത്. ഇതിൽ നെതന്യാഹുവിനും ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്നും നല്ല പ്രഷറുണ്ട്. എങ്ങനെയെങ്കിലും ഈ ബോഡി റിക്കവർ ചെയ്തെടുക്കണം എന്നുള്ളത്. അപ്പം ഇവിടെ ഹമാസ് ആണെങ്കിൽ ഇവർക്ക് ബോഡി കിട്ടുന്നില്ല. ഗാസയ്ക്കുള്ളിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഇവരെവിടെയൊക്കെയാണ് അപകടങ്ങളിൽ പെട്ട് കിടക്കുന്നത്, ആക്രമണങ്ങളിൽ ഇവർ പെട്ടത് എവിടെയാണ്, ഇതൊന്നും നിശ്ചയമില്ല. അതാണ് മെയിനായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഗാസയിൽ ഇപ്പോൾ ഈ ബോഡി റിക്കവർ ചെയ്യുന്നത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് മാറിയിരിക്കുകയാണ്. ഹമാസിന്റെ കയ്യിലാണെങ്കിൽ ബോഡി ഇല്ല. ആകെ 4 പേരെ കൊടുത്തിട്ട് ഹമാസ് ഇപ്പം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ആണെങ്കിൽ എനിക്ക് തന്നേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? ഗാസയ്ക്കുള്ളിലാണെങ്കിൽ 500 ബുൾഡോസേഴ്സ് വേണം എന്നാണ് പറയുന്നത്. 500 ബുൾഡോസേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്തെങ്കിലുമൊക്കെ പണി നടക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതും അത്ര എളുപ്പമല്ല. ചെറിയ ലാൻഡിന്റെ ഉള്ളിൽ 500 ബുൾഡോസർ വിട്ട് പണിയെടുപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. കാരണം ഗാസയ്ക്കുള്ളിൽ അൺസർട്ടനിറ്റിയാണ്. 2 ഗ്രൂപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച് ചത്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇവിടെ. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇതിൽ എങ്ങനെയാണ് ഈ ബോഡിയൊക്കെ കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് ഹമാസിന് ഒരു വെല്ലുവിളി തന്നെയാണിത്. ഹമാസ് ആണെങ്കിൽ ഇപ്പോൾ ഇന്ന് 150 ബോഡി ഇന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ ശരീരഭാഗങ്ങളാണ്, പല പാർട്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഈ പാർട്സുകളെല്ലാം തന്നെ ഇനിയിപ്പം ഓരോ പാർട്സ് ആയിട്ട് DNA ടെസ്റ്റിന് വിധേയമാക്കിയാൽ മാത്രമാണ് ഇത് എന്തൊക്കെ എന്നുള്ള രീതിയിൽ കണ്ടെത്താൻ കഴിയുള്ളൂ, യോജിപ്പിക്കാൻ കഴിയുള്ളൂ. ഇത് വല്ലാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയാണ് അവിടെ. അപ്പോൾ ഇസ്രായേൽ ചോദിക്കുന്നത് അവരുടെ റൈറ്റ് ആണ്. പക്ഷേ ഹമാസിന് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. ഈ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിനെ തന്നെയാണ് ഇസ്രായേൽ ഒരു ചെക്ക് പോയിന്റ് ആയിട്ട് വെച്ചിട്ട് ഹമാസിന്റെ അടുത്ത് ഈ ഒരു വിലപേശൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തന്നേ പറ്റൂ എന്നുള്ള നിലയിൽ. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ബോഡി എല്ലാം നിങ്ങൾ റെഡ് ക്രോസിനെ ഏൽപ്പിക്കൂ. അവർ DNA ടെസ്റ്റ് നടത്തിയിട്ട് ഇത് ഇസ്രായേലി ആണെങ്കിൽ അവർ ഞങ്ങളെ ഏൽപ്പിക്കും. അതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് നീങ്ങിക്കോളാം എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഹമാസിന് ഇത് അങ്ങനെ തുടർന്ന് അങ്ങ് ചെയ്യാൻ വയ്യ. പറഞ്ഞാൽ തോക്കെടുത്ത് വെടിവെക്കുന്ന പോലെ എളുപ്പപ്പണിയല്ല. ഈ ബുൾഡോസർ കൊണ്ടുപോയിട്ട് ബിൽഡിംഗ് റബിൾസ് ഇങ്ങനെ മാറ്റിമറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ
എത്ര ദിവസമായ ബോഡിയാണ്, ഇത് ഏത് കണ്ടീഷനിലാണ്, എന്ത് തരത്തിലുള്ള സ്മെല്ലാണ്, ഇതെല്ലാം ഭയങ്കര വിഷയങ്ങളാണ്. ശരിക്കും ഭയങ്കര ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണിത്. അത് നമുക്ക് അംഗീകരിച്ചേ പറ്റൂ. ഇതാണ് യാഥാർത്ഥ്യം. ബോഡി ഇനിയും 14 ബോഡി ഇസ്രായേൽ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ആ ഡിമാൻഡ് ചെയ്യുന്ന ബോഡി ഈ ഹമാസിന് കൊടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ കഴിയുമായിരിക്കും, പക്ഷേ കുറേ ടൈം എടുക്കും. പക്ഷേ ഹമാസിനെ പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഇവർ ബന്ദികളെ എവിടെയൊക്കെ വെച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു സാമാന്യ ബുദ്ധി ഇവർക്ക് വേണ്ടതാണ്. കാരണം ഇത് ബന്ദികളാണ്. ബന്ദികളായിരുന്നു ഇവരുടെ ഒരു വിലപേശലിന്റെ ഒരു അസറ്റ്. അപ്പൊ ആ അസറ്റിനെ ഇവർ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് വെച്ചിട്ട് ശരിക്കും ഇവർ എസ്കേപ്പ് ചെയ്ത് പല സ്ഥലത്ത് മാറ്റി ഇങ്ങനെയാണ് ഇവർ കണ്ണു വെട്ടിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അല്ലാതെ ഇവർക്ക് ഒരു സെൻട്രലൈസ്ഡ് ഏരിയ ഇല്ല. അതുകൊണ്ടാണ് ഈ അബദ്ധങ്ങളൊക്കെ പറ്റിയത്. പിന്നെ ഇപ്പം ഇങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെടും എന്നുള്ളത് അവരും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നിലവിൽ ഇതാണ് അവസ്ഥ. എന്നിട്ട് ട്രംപ് ആണെങ്കിൽ ഹമാസിന്റെ കാല് പിടിച്ചുകൊണ്ടിരിക്കുക. ട്രംപ് ഒരു ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രമാത്രം വലിയ രീതിയിൽ പീസ് 2025 എന്ന് പറഞ്ഞിട്ട് ഒരു സെറമണി നടത്തിയിട്ട് മൊത്തത്തിലുള്ള അറബ് രാജ്യങ്ങളായാലും യൂറോപ്യൻസിനെല്ലാം വിളിച്ച് അപ്രിസിയേഷനൊക്കെ ഏറ്റുവാങ്ങിയിട്ട് പിന്നെ എങ്ങനെയാണ് ആക്രമിക്കാൻ ഒരു ഉത്തരവിടുക? വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മയത്തിൽ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റുകൾ പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ അടിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെ നടിക്കാൻ? ഹമാസ് അത് കേട്ട പാട് നടിക്കുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇഫ് ഹമാസ് കണ്ടിന്യൂസ് ടു കിൽ പീപ്പിൾ ഇൻ ഗാസ, നിങ്ങൾ തുടർച്ചയായിട്ട് ഗാസയ്ക്കുള്ളിൽ ഇങ്ങനെ ജനങ്ങളെ വധിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് വേറൊരു മാർഗ്ഗമില്ല, നിങ്ങളെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വരും, ഒരുമിച്ച് വന്ന് അറ്റാക്ക് ചെയ്യും എന്നുള്ളൊരു താക്കീത്. ആ ലെവലിലാണ് ഈ ഒരു മെസ്സേജ് കൺവേ ചെയ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഇപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെ മെസ്സേജാണ് ഇപ്പോൾ ഈ പീസ് സബ്മിറ്റ് കഴിഞ്ഞിട്ട്. അതാണ് നമ്മൾ ഇതിനകത്ത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്. ഇങ്ങനെ ട്രംപ് ഒരു സുപ്രഭാതത്തിൽ ഒരു പീസ് സബ്മിറ്റ് ഈജിപ്തിൽ ഷർമൽ ഷെയ്ഖിൽ കൊണ്ട് നടത്തിയത് കൊണ്ട് തീരുന്ന ഇഷ്യൂ അല്ല ഇത്. അതാണ് നമ്മൾ ഇതിനകത്ത് എടുത്ത് പറയേണ്ടത്. ഇപ്പോൾ അവർ കൃത്യമായ താക്കീതാണ് കൊടുത്തിരിക്കുന്നത് ഇസ്രായേലിന്. ശരിക്കും അവർ യുദ്ധത്തിന് വിളിച്ചിരിക്കുകയാണ് ഇസ്രായേലിനെ. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ കിട്ടുന്നത്രത്തോളം ബോഡി കിട്ടിക്കോട്ടെ എന്നാണ് നെതന്യാഹു വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ടുപേര് രണ്ട് രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. ഒന്ന്, ട്രംപ് സൗദി അറേബ്യയെ വിളിച്ചിട്ടുണ്ട്. അത് അബ്രഹാം അക്കോർഡ് നെക്സ്റ്റ് ലെവലിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനാണ്. അത് തീർച്ചയായിട്ടും വളരെ ഹാപ്പി ആയിട്ട് MBS അതുമായിട്ട് ബന്ധപ്പെട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു സൈഡിൽ. ഇപ്പുറത്തെ തുർക്കിയിലെ തയ്യബ് എർദോഗൻ ഗാസയ്ക്കുള്ളിൽ എങ്ങനെയെങ്കിലും സെക്യൂരിറ്റി വിങ്ങിൽ കാലുറപ്പിക്കണം എന്നുള്ളൊരു തീരുമാനത്തിൽ ആ ഒരു ഇസ്ലാമിക ഫണ്ടമെന്റലിസം കൊണ്ടു നടക്കുന്ന ബ്രദർഹുഡിന്റെ ഐഡിയോളജിയുമായിട്ട് പൊരുത്തപ്പെട്ട് ആ രീതിയിൽ മുന്നോട്ട് പോകണം. അങ്ങനെ ഇസ്ലാമിക രാജ്യത്തിനുള്ളിൽ ഒരു ഉമ്മത്ത് കൊണ്ടു നടക്കുന്ന ഒരു പവറായിട്ട് നമുക്ക് ആ ഒരു പൊസിഷൻ കിട്ടണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി. തയ്യബ് എർദോഗൻ തുർക്കിയിലെ പൊസിഷനിലേക്ക് വന്നത് തന്നെ തീവ്ര നിലപാടിന്റെ ആശയം പ്രചരിപ്പിച്ചുകൊണ്ടാണ്. പുള്ളിക്കാരൻ വന്ന ഉടനെ നാറ്റോയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെയും ഈ മതനിലപാടുകൾക്ക് കുറച്ചുകൂടെ മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു ഭരണകൂടമാണ് തയ്യബ് എർദോഗൻ മുന്നോട്ട് വെച്ച ആശയം. അപ്പോൾ അത് തന്നെയാണ് പുള്ളിക്കാരൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് ഇപ്പം നിലവിൽ കുറച്ച് പരാജയപ്പെടുന്നതുകൊണ്ട് തന്നെ, അതായത് ഇപ്പം നിലവിൽ കുറച്ച് തയ്യബ് എർദോഗൻ നാറ്റോയുമായിട്ടും അവിടെയൊക്കെ കുറച്ച് സപ്പോർട്ടൊക്കെ കാണിച്ച് യഥാർത്ഥത്തിലുള്ള ഒരു ഇരട്ടത്താപ്പ് ഇപ്പം തുർക്കിയിലെ ജനങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് കുറേ പ്രതിഷേധങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വീണ്ടും തീവ്ര നിലപാടുള്ള ആശയങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഗാസയ്ക്കാണ് എൻ്റെ പൂർണ്ണ സപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിലെ ഡെയിലി 2-3 സ്റ്റേറ്റ്മെന്റുകൾ, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റുകൾ എപ്പോഴും പറഞ്ഞുകൊണ്ട് ഗാസയ്ക്കാണ് എൻ്റെ പൂർണ്ണ സപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ്. പക്ഷേ അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഗാസയ്ക്കുള്ളിൽ പാലസ്തീനിയൻ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് തുർക്കിയുടെ ഇൻവോൾവ്മെന്റ് കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് തയ്യബ് എർദോഗൻ. കുറച്ച് ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ ഗാസയുമായിട്ട് ബന്ധപ്പെട്ട പീസ് സബ്മിറ്റ് നടത്താൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുത്ത സ്ഥലം ഈജിപ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈജിപ്തിലേക്ക് പോയി അബ്ദുൽ ഫത്താ അൽ സിസിയുമായിട്ട് പുള്ളിയുടെ പോയിന്റ്സ് എന്തൊക്കെയാണോ അതൊക്കെ ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഈജിപ്റ്റ് കുറച്ചാൾ കൈവശം വെച്ചിരുന്ന സ്ഥലമാണ് ഈ ഗാസ. അപ്പോൾ അതുകൊണ്ട് തുർക്കിയെക്കാളും അവകാശം ഇതിനകത്ത് ഈജിപ്തിനാണ്. അപ്പോൾ അവിടെ തുർക്കി കൂടുതൽ ഡോമിനേറ്റ് ചെയ്യണ്ട എന്ന് ഈജിപ്റ്റ് കരുതുന്നുണ്ട്. അപ്പോൾ അത് ഈജിപ്തിന്റെ ഉള്ളിൽ പൊളിറ്റിക്കലി അത് വിഷയം കൂടിയാണ്. അതുകൊണ്ട് തയ്യബ് എർദോഗൻ കുറച്ച് ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്തുകൊണ്ട് ഈജിപ്റ്റ്, ജോർദാൻ ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് ഗാസയ്ക്കുള്ളിൽ പ്രസൻസ് കൊണ്ടുവരാം എന്ന് വിചാരിക്കുന്നുണ്ട്. ഗാസയ്ക്കുള്ളിൽ പ്രസൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഇസ്രായേലിന്റെ വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ വരികയാണ് തുർക്കി. അതിനാണ് തുർക്കി ശ്രമിക്കുന്നത്. അത് ഇസ്രായേൽ ഒരിക്കലും അനുവദിക്കില്ല. അതുകൊണ്ടാണ് തുർക്കിയുടെ സ്പെഷ്യൽ ഫോഴ്സിനെ ഇസ്രായേൽ റഫ ബോർഡറിന്റെ പുറത്ത് തന്നെ നിർത്തിവെച്ചിരിക്കുന്നത്. ഇതുവരെ ഗാസയ്ക്കുള്ളിൽ ഒരു എൻട്രി കൊടുത്തിട്ടില്ല. കാരണം ഇവിടെ ഗാസയിൽ എന്ത് സംഭവിക്കുന്നതിനെ അറിയില്ല. ഇതുവരെ ഗാസയ്ക്കുള്ളിൽ ഒരു സമാധാന അന്തരീക്ഷം കിട്ടിയിട്ടില്ല. ഗാസയിലെ ജനങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് IDF ഗാസയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നതിനേക്കാളും മോശപ്പെട്ട അവസ്ഥയിലാണ് ഇന്ന് ഗാസയുള്ളതെന്നാണ് ഗാസയിലെ ജനങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് അവസ്ഥ. ഗാസയിൽ ദുരന്തമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ജനങ്ങളെ തന്നെ വധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതിപ്പോൾ ആഗോളതരത്തിൽ ആർക്കും തന്നെ അതിനെക്കുറിച്ച് ഒരു ചർച്ചയും ചെയ്യേണ്ട. ഗ്ലോബൽ ഫ്ലോട്ടിലേക്ക് ഇപ്പോൾ ഒരു എയ്ഡും കൊടുക്കേണ്ട. 3 മാസത്തെ ഫുഡ് സപ്ലൈ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോഴത്തേക്ക് വീണ്ടും UN എയ്ഡ് സപ്ലൈ നടത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. പിന്നെ തയ്യബ് എർദോഗൻ ആണെങ്കിൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. സുഡാനിലേക്ക് ഭയങ്കരമായിട്ട് ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ഉണ്ട്. അതായത് അവിടെ യുദ്ധം നടക്കുകയാണ്. അപ്പോൾ അവിടെ UNന്റെ ഫോക്കസ് കുറച്ചുകൂടെ എഫക്റ്റീവായ രീതിയിൽ അവിടെ വേണം എന്ന് പറയുന്നുണ്ട് തയ്യബ് എർദോഗൻ. ഇപ്പോഴെങ്കിലും തയ്യബ് എർദോഗൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് നന്നായി. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഗാസ എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പൊള്ളലേറ്റ് ആൾക്കാർ ഈ ഫ്ലോട്ടിലേക്ക് എടുത്തുകൊണ്ട് ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ സുഡാനൊക്കെ എത്ര വർഷം കൊണ്ട് കിടന്ന് പുകയാണ്. അവിടെയൊന്നും ഒരു ഫ്ലോട്ടിലേയും പോകുന്നില്ല. എന്താണ് കാരണം? അവിടെ ഇസ്രായേൽ ഇല്ലാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ അവിടുത്തെ മനുഷ്യരെ വേണ്ടാത്തതുകൊണ്ടാണോ നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഇരട്ടത്താപ്പ് ഈ ഗാസയ്ക്ക് വേണ്ടി കൊടിപൊക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഈ സെയിം ഇസ്ലാമിക് കമ്മ്യൂണിറ്റിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത.
ലെബനാന്റെ ഉള്ളിൽ ഇസ്രായേൽ ഇന്നലെ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. ലെബനാന്റെ ഉള്ളിൽ, അതായത് രാത്രിയെ പകലാക്കുന്ന രീതിയിലുള്ള ഒരു അറ്റാക്ക്. മീൻസ് അത്രമാത്രം പ്രകാശം, മനസ്സിലായി? ആ ഒരു ആക്രമണം അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. ഹെസ്ബുള്ള ആയുധങ്ങൾ ശേഖരിച്ച് വെച്ചിരുന്ന സ്ഥലത്തിന്റെ മേലിലാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. ഹെസ്ബുള്ള അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാത്തിടത്തോളം കാലം ആക്രമണങ്ങൾ തുടരും. ഞങ്ങൾ ടാർഗറ്റ് ചെയ്ത സ്ഥലങ്ങൾ പ്രിസൈസ് ആയിട്ട് കണ്ടെത്തി അറ്റാക്ക് നടത്തിക്കൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. യുനിഫിലിന് ഒരു താക്കീത് കൊടുത്തിട്ടുണ്ട്. യുനിഫിൽ എന്ത് പണിയാണ് അവിടെ ചെയ്യുന്നത്? യുനിഫിൽ ഈ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പലപ്പോഴായിട്ട് യുനിഫിലിന്റെ ബഫർ സോണിലൂടെയാണ് ഈ ഒരു ആയുധങ്ങൾ കടത്തപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അത് കൃത്യമായിട്ട് അവർ അതിന്റെ തെളിവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വീഡിയോസൊക്കെ അവർ പുറത്തിറക്കും, കാരണം ഏത് റൂട്ടിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ യുനിഫിലിന് ഒരു താക്കീത് കൊടുത്തിട്ടുണ്ട് ഇസ്രായേൽ. പിന്നെ 15-16 ദിവസങ്ങളിൽ, ഈ ഒക്ടോബറിൽ തന്നെ, ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ 75% സ്ഥലം ഓൾറെഡി തന്നെ ഇസ്രായേൽ അനക്സ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഏതാണ് വെറും ജസ്റ്റ് 25% സ്ഥലം മാത്രമാണ് ഈ വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ. എൻറ്റയർ ഇസ്രായേൽ എന്ന് പറഞ്ഞ സ്ഥലത്തല്ല, ശരിക്കും ഈ ഒരു വെസ്റ്റ് ബാങ്ക് എന്ന് വിളിക്കപ്പെടുന്ന ഈ ചെറിയ സ്ഥലത്ത് മാത്രം. ആ സ്ഥലത്ത് 75% സ്ഥലം ഇസ്രായേൽ അനക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. വെറും 25% സ്ഥലം മാത്രമാണ് പാലസ്തീനിയൻ അതോറിറ്റിയുടെ കീഴിൽ പാലസ്തീനിയൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള സ്ഥലം, വെറും 25%. ഇനി ഇത് വെച്ചുകൊണ്ടാണ് പാലസ്തീനിയൻ സ്റ്റേറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നത്. 1967 മാപ്പ് പ്രകാരമാണ് പാലസ്തീനിയൻ സ്റ്റേറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് ആഗ്രഹിക്കാൻ ഇസ്രായേൽ അതിന് തയ്യാറല്ല. അതാണ് മനസ്സിലാക്കുന്നത്. കാരണം അത്രമാത്രം യുദ്ധം നടത്തി ഒരുപാട് ചെലവ് നേരിട്ടുകൊണ്ട് തന്നെയാണ് അവർ ഈ സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുത്തിരിക്കുന്നത്. അതിങ്ങനെ വെറുതെ എടുത്ത് കൊടുക്കാനുള്ളതല്ല എന്നാണ് ഇസ്രായേലിന്റെ നെസറ്റിനുള്ളിൽ ഫാർ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഫാർ റൈറ്റിലല്ലാത്ത ആൾക്കാരും തന്നെ പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള പല നേതാക്കളും പറയുന്ന വാദം. അത് അത്രമാത്രം IDF സോൾജേഴ്സ് അവിടെ മരണപ്പെട്ടിട്ടുണ്ട്, പല രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് വിധേയരായിട്ടുണ്ട്. അപ്പോൾ ഇത് കാലാകാലങ്ങളായിട്ട് അവർ പൊരുതി നേടിയെടുത്ത സ്ഥലമാണ്, അത് കൊടുക്കാൻ പാടില്ല എന്നാണ് ഇസ്രായേലിന്റെ തീരുമാനം. അതുപോലെ നമ്മൾ അഫ്ഗാനിസ്ഥാന്റെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിൽ മീഡിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഖത്തർ ഇടപെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഖത്തർ വന്നിട്ട് ഖത്തറിന്റെ അബ്ദുൾ റഹ്മാൻ അൽത്താനി വന്ന് കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് സംസാരിച്ച് റെഡിയാക്കി 2 പേരെടുത്തും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ അടുത്താണ് പ്രധാനമായിട്ട് പറഞ്ഞത്, അതായത് ഇനി ആക്രമിക്കേണ്ട, 2 പേരും സഹോദരങ്ങളിൽ എന്തിനാണ് അടിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഗാസയിലെ യുദ്ധം, ഇസ്രായേൽ ഞങ്ങളെ ആക്രമിച്ചു, ഞങ്ങൾ ജസ്റ്റ് ഒരേ ഒരു മാപ്പ് മാത്രമേ ചോദിച്ചുള്ളൂ, ഞങ്ങൾ കംപ്ലീറ്റ് യുദ്ധം വേണ്ടാന്ന് വെച്ചു, ഇല്ലെങ്കിൽ അങ്ങ് പോയി അടിച്ച് തകർത്ത് ഇപ്പോൾ തരിപ്പണമാക്കിയേനെ, ഞാൻ ഗാസയുടെ യുദ്ധം അപ്പം തന്നെ നിർത്തി കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെയാണ് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ അതുകൊണ്ട് അത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതായത് ബെഞ്ചമിൻ നെതന്യാഹു ഒരു ഫോൺ കോൾ വിളിച്ചതിന് ശേഷമാണ് ഗാസ യുദ്ധം നിർത്താം എന്ന് ഖത്തർ തീരുമാനിച്ചത്. ഖത്തർ തീരുമാനിച്ചതിന്റെ പേരിലാണ് ഈ യുദ്ധം അവസാനിച്ച് പീസ് 2025 എന്ന് പറഞ്ഞ ആ ഒരു സമ്മേളനം ട്രംപിന് നടത്താൻ കഴിഞ്ഞത്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ എന്തായാലും അതൊരു സൈഡിലിരിക്കെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് യുദ്ധം വേണ്ട എന്നുള്ള രീതിയിൽ. പക്ഷേ അഫ്ഗാനിസ്ഥാൻ ഒരു എഗ്രിമെന്റിലും ഒപ്പിടാൻ തയ്യാറല്ല എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം പറഞ്ഞത് ഞങ്ങൾ ആദ്യം ഇനി ആക്രമിക്കത്തില്ല, അവർ ആക്രമിക്കുന്നെങ്കിൽ ഞങ്ങൾ വിടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതേസമയം വൈകുന്നേരം കംപ്ലീറ്റ് ടാങ്കുകളും കാര്യങ്ങളെല്ലാം തന്നെ പാകിസ്ഥാന്റെ ബോർഡറിലേക്ക് അടുപ്പിച്ചിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ. അതുപോലെ തന്നെ പാകിസ്ഥാനും ഇന്ത്യൻ ബോർഡറിൽ വെച്ചിരുന്ന ടാങ്കുകൾ, കംപ്ലീറ്റ് മിലിറ്ററി ടാങ്കുകൾ എല്ലാം തന്നെ മൂവ് ചെയ്ത് അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇനിയാണ് ഇതിന്റെ അടുത്ത ടോപ്പ് ലെവൽ. ഇതിന്റെ ടോപ്പ് ലെവൽ എന്ന് പറഞ്ഞാൽ കിർഗിസ്ഥാനിൽ വെച്ചിട്ട് ഒരു സെക്യൂരിറ്റി സമ്മിറ്റ് നടന്നിട്ടുണ്ടായിരുന്നു, ഏഷ്യൻ സെക്യൂരിറ്റി സമ്മിറ്റ്. ആ സമ്മിറ്റിൽ അജിത് ഡോവൽ, ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടുള്ള അജിത് ഡോവൽ, അഫ്ഗാനിസ്ഥാന്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടുള്ള സിറാജുദ്ദീനുമായിട്ട് ഒരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എന്താണ് സെക്യൂരിറ്റി വേണ്ടത്, എന്ത് തരത്തിലുള്ള ഹെൽപ്പാണ് ഇന്ത്യ ചെയ്യേണ്ടത് ഡിഫൻസ് മേഖലയിൽ, ഇത് വളരെ വൃത്തിയായിട്ട് സംസാരിച്ച് ഈ ഒരു സെക്യൂരിറ്റി ടൈപ്പ് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അമീർ ഖാൻ മുത്തക്കി ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സമയമാണ് അത്. അപ്പോൾ ആ ടൈമിൽ കിർഗിസ്ഥാനിലുള്ള സിറാജുദ്ദീനും അതുപോലെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അമീർ ഖാൻ മുത്തക്കിയും കൂടി ചേർന്ന് ഇന്ത്യയുമായിട്ട് പല രീതിയിലുള്ള MOU സൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന ആയുധങ്ങൾ അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ അഫ്ഗാനിസ്ഥാനെ സഹായിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഇതിന് പകരമായിട്ട് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് പകരമായിട്ട് നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ റെയർ എർത്ത് എലമെന്റ്സ് നമ്മൾ കൊണ്ടുവരും. അങ്ങനെ പല രീതിയിലുള്ള MOU ബാക്ക് ആൻഡ് ഫോർത്ത് സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. റെയർ എർത്ത് എലമെന്റ്സ് നമ്മൾ ഇറാനിലൂടെ ചാബഹാർ പോർട്ടിലൂടെ ആയിരിക്കും കൊണ്ടുവരുന്നത്. അതിനും ധാരണയായിട്ടുണ്ട്. ഇറാൻ അതിന് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനും ഇറാനും തമ്മിൽ ചർച്ച നടത്തിയിട്ട് ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്ത സമയത്ത് അഫ്ഗാനിസ്ഥാനികളെ ഇറാൻ ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളാണ് മൊസാദിന്റെ ചാരന്മാരെന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പൊ ആ മൊസാദിന്റെ ചാരന്മാരാണ് അഫ്ഗാനിസ്ഥാൻ വഴി പാകിസ്ഥാന്റെ ഉള്ളിൽ ഇൻഫിൽട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മൊസാദിന്റെ പേരിൽ ആരോപണമായിട്ട് പാകിസ്ഥാൻ ഇപ്പം മുന്നോട്ട് വരുന്നത്. പക്ഷെ അവിടെ പൊളിയാണ്. കാരണം എന്താണ്, ഇറാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ചർച്ച നടത്തി അവർ തമ്മിൽ ധാരണയായിരിക്കുകയാണ്. മസൂദ് പെസസ്കിയാൻ ഇന്നലെ ഒരു പ്രഖ്യാപനം വെച്ചാൽ 2 ലക്ഷം വിസ ഫോർ അഫ്ഗാനിസ്ഥാനീസ്. ഏത് അഫ്ഗാനികളെയാണോ ചവിട്ടി പുറത്താക്കിയത് അവരെ ഇപ്പം ഇറാൻ ക്ഷണിക്കുകയാണ്. 2 ലക്ഷം അഫ്ഗാനികളെ ജോലിക്കെടുക്കാൻ വേണ്ടിയിട്ട് വർക്ക് വിസ ഇഷ്യൂ ചെയ്യാൻ തുടങ്ങുകയാണ് ഇറാൻ. അതിന് കാരണം വേറൊന്നുമല്ല, ഇറാന്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ട്. അപ്പോൾ കുറഞ്ഞ ശമ്പളത്തിന് പണിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത്, ഈ അഫ്ഗാനിസ്ഥാനിലെ തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ അനുയോജ്യം ഇറാന്. ഇറാന്റെ ഉള്ളിൽ അഗ്രികൾച്ചർ വർക്കിന് ആളില്ല, ഒരു രീതിയിലുള്ള സാധാരണ വർക്ക് ചെയ്യാൻ അവിടെ ആൾക്കാരില്ല, ഭയങ്കരമായിട്ടുള്ള എംപ്ലോയ്മെന്റ് ഷോർട്ടേജ്.
അപ്പോൾ ആ ഷോർട്ടേജ് നികത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ 2 ലക്ഷം അഫ്ഗാനിസ്ഥാനികൾക്ക് വിസ കൊടുക്കുന്നത്. 2 ലക്ഷം അഫ്ഗാനിസ്ഥാനികൾ. അപ്പം ഇറാന്റെ ആ ഒരു മാൻ പവറിന്റെ ഷോർട്ടേജ് എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞ ഈ മൊസാദ് ചാരന്മാർ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അതിന് അവർ ആധാരമാക്കിയത് ഇറാൻ അഫ്ഗാനിസ്ഥാനികളെ മൊസാദിന്റെ ചാരന്മാരാണെന്ന് പറഞ്ഞിട്ട് പുറത്താക്കിയിരുന്നു. അവരും ഈ അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ തന്നെ ആ റെഫ്യൂജി ക്യാമ്പിലാണ് ഉള്ളത്. അതിൽ ഒരുപാട് ആൾക്കാർ ഈ TTP എന്ന് പറഞ്ഞ തെഹ്രിക്ക് താലിബാനികൾ ആ രീതിയിൽ ഇൻഫിൽട്രേഷൻ നടത്തി പാകിസ്ഥാന്റെ ഉള്ളിലുണ്ട്. അവർ അഫ്ഗാനിസ്ഥാനെ സഹായിക്കുന്നുണ്ടെന്നുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പാകിസ്ഥാൻ പറയുന്നുണ്ട്. പക്ഷേ അതിനെ പൊളിച്ചെടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇറാന്റെ തീരുമാനം. കാരണം ആരെയാണോ മൊസാദിന്റെ ചാരന്മാർ എന്ന് പറഞ്ഞിട്ട് പുറത്താക്കിയത് അവർക്ക് തന്നെ ഇപ്പോൾ 2 ലക്ഷം വിസ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇറാൻ. അപ്പൊ ഇങ്ങനെയുള്ള ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചസ് ഒക്കെ നടക്കുന്നുണ്ട് ആഗോളതലത്തിൽ. പിന്നെ ഹൂത്തികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം. ഈ ഹൂത്തികളുടെ ലീഡറായിട്ടുള്ള അബ്ദുൽ മാലിക് അൽ ഹൂത്തി, ഈ അബ്ദുൽ മാലിക് അൽ ഹൂത്തി ഇപ്പോൾ 2-3 ദിവസങ്ങളായിട്ട് അസുഖബാധിതനാണെന്നാണ് വാർത്ത വരുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിന്റെ ഫുഡ് പ്രോഗ്രാം ഉണ്ട്. ഈ ഫുഡ് പ്രോഗ്രാമാണ് യമന്റെ ഉള്ളിലേക്ക് ഏറ്റവും കൂടുതൽ ഈ ഫുഡ് സപ്ലൈ ചെയ്യുന്നത്. ഈ ഫുഡ് പ്രോഗ്രാം ത്രൂ ഈ യമനി ലീഡറിനെ വധിക്കാനുള്ള എന്തോ ഒരു പദ്ധതി ഗൂഢാലോചന മൊസാദ് നടത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള സംശയം, ആ ഒരു ഡൗട്ട് ഹൂത്തികൾക്ക് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ആശുപത്രിയിൽ എന്തെങ്കിലും പരിശോധിച്ചാണെന്ന് അറിയത്തില്ല. മൊസാദിന് ഇങ്ങനത്തെ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. ഈ ജർമ്മനിയിൽ ടാർഗറ്റ് ചെയ്ത് ഒരു വ്യക്തിയെ കണ്ടിന്യൂസ് ആയിട്ട് ചോക്ലേറ്റ് കൊടുത്ത് കൊലപ്പെടുത്തിയ ചരിത്രമൊക്കെ ഉണ്ട്. അതായത് ഒരു 30 ദിവസം അല്ലെങ്കിൽ ഒരു 40 ദിവസമോ 90 ദിവസം ഈ ചോക്ലേറ്റ് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഒരു വ്യക്തിയെ കണ്ടെത്തുക, ടാർഗറ്റ് ചെയ്യുക, അവരെ സ്റ്റഡി ചെയ്യുക, എന്നിട്ട് അവർ ഏത് തരത്തിലുള്ള ഹാബിറ്റ് ഉള്ള ആൾക്കാരാണെന്ന് കണ്ടെത്തുക, ആ ഹാബിറ്റിൽ ഏത് ഹാബിറ്റ് മൊസാദിന് സഹായകരമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ ചിന്തിക്കുക, എന്നിട്ട് ഒരു ചോക്ലേറ്റിനെ കണ്ടെത്തുക, ആ ചോക്ലേറ്റ് ഏത് ഷോപ്പിൽ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു എന്ന് കണ്ടെത്തിയിട്ട് ആ ചോക്ലേറ്റ് മാനുഫാക്ചറിങ് ചെയ്ത് അതേ ഷോപ്പിലേക്ക് എത്തിക്കുക. ഇങ്ങനെ മായം കലർത്തിയ ചോക്ലേറ്റുകൾ അങ്ങനെ കയറ്റി വിടുക. അതായത് സ്ലോ ആയിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ആൾക്കാരെ വധിച്ചിട്ടുള്ള ചരിത്രം മൊസാദിനുണ്ട്. ഈ പ്രവൃത്തിയൊക്കെ മൊസാദ് ചെയ്തു എന്നുള്ളത് മറ്റുള്ളവർ ജർമ്മനിയോ അല്ലെങ്കിൽ മറ്റുള്ള വിദഗ്ധരോ കണ്ടെത്തുന്നതല്ല. കുറെ കാലം കഴിഞ്ഞിട്ട് ഈ ഫയലൊക്കെ ആർക്കൈവ്സിൽ മൊസാദ് തന്നെ അങ്ങ് പബ്ലിഷ് ചെയ്യും, ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിരുന്നു എന്നുള്ളത്. അത് കാണുമ്പോഴായിരിക്കും മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നത് ഇതായിരുന്നു സംഗതി എന്ന് പറഞ്ഞിട്ട് പിടികിട്ടുന്നത്. അങ്ങനെ മൊസാദ് ചെയ്തു കൂട്ടിയ പല പ്രവൃത്തികളുണ്ട്. അതുപോലത്തെ ഒരു പ്രവൃത്തിയാണോ ഈ ഹൂത്തികളുടെ ഇടയിൽ നടപ്പാക്കുന്നത് എന്നുള്ളൊരു ഡൗട്ട് ഇപ്പം ഹൂത്തികൾക്ക് വന്നിട്ടുണ്ട്. ഈ ഹൂത്തികളുടെ തലവനായിട്ടുള്ള ഈ അബ്ദുൽ മാലിക് എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി കുറച്ച് സീരിയസ് ആണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സംഭവം എന്തോ ഒരു പന്തികേടുണ്ട്. ഒരുപക്ഷേ ഈ ഒരു അസുഖത്തിൽ നിന്നും ഈ ഒരു പ്രശ്നത്തിൽ നിന്നും റിക്കവർ ചെയ്ത് പുള്ളി രക്ഷപ്പെട്ട് വരാനുള്ള സാധ്യതയുണ്ട്, ഇല്ലാന്നില്ല. പക്ഷേ എന്നാലും ഹൂത്തികൾ ഇത് കണ്ടെത്തിയിട്ടുണ്ട്, എന്തോ ഒരു സംഗതി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ ഞാനത് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ബംഗ്ലാദേശ് ഈ ചിക്കൻ നെക്ക് ബോർഡറിൽ ഒരു വിഷയം നടക്കുന്നുണ്ട്. ബംഗ്ലാദേശിന്റെ ഉള്ളിൽ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ബംഗ്ലാദേശിന്റെ ഉള്ളിൽ ഒരു 8 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് പൊളിറ്റിക്കൽ അതേപോലെ ആർമിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു അറസ്റ്റ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം വക്കാറുസമാൻ അവിടുത്തെ ആർമി ജനറൽ ഒരു ഹെലികോപ്റ്ററിൽ വന്ന് ചിക്കൻ നെക്കിന്റെ ഭാഗത്ത് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ബംഗ്ലാദേശിന്റെ ഉള്ളിലുള്ള ആ ഒരു പോർഷനിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ സീക്രട്ട് ആയിട്ട് എന്തോ മീറ്റിംഗ് നടക്കുന്നുണ്ട്. അത് ഇന്ത്യൻ പ്രതിനിധികളുമായിട്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ടുള്ള വിഷയങ്ങളാണോ എന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു വിഷയം നടന്നിട്ടുണ്ട്. ബംഗ്ലാദേശിന്റെ ഉള്ളിൽ പ്രൊട്ടസ്റ്റ് ആണ്, കനത്ത പ്രതിഷേധം നടക്കുകയാണ്. നിലവിലുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി അമേരിക്കൻ സപ്പോർട്ടോടുകൂടി വന്ന് നൂലിൽ കെട്ടി ഇറക്കിയ ചീഫ് അഡ്വൈസർ യൂനസ് നയിക്കുന്ന സർക്കാരിനെതിരെയാണ് ഈ ഒരു പ്രതിഷേധം. അതാണിപ്പോൾ നമ്മൾ ഇതിനകത്ത് എടുത്തു പറയേണ്ടത്. ഈ പ്രതിഷേധം ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ വക്കാറുസമാൻ കൂടുതലായിട്ട് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതുവരെ സോഫാർ. കാരണം പുള്ളിയാണ് ഷെയ്ഖ് ഹസീനയെ രക്ഷപ്പെടുത്തി വിട്ടത്. ഷെയ്ഖ് ഹസീനയുടെ ഫാമിലി മെമ്പർ കൂടിയാണ് ഈ വക്കാറുസമാൻ. അപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വളരെ നിർണായകമായിട്ടുള്ള പൊസിഷനിൽ ഒരാളുണ്ട്, അത് ആർമി ജനറലാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വ്യക്തി ഡോമിനേറ്റ് ചെയ്ത് മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും നമ്മൾ ഒന്നും തന്നെ പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്, അത് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ എന്നാലും കുറേ സമഗ്രമായ വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.